ഒരു പുതിയ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കാം. അതായത് പഴയ ഫോണിലത്തെ എല്ലാ വിവരങ്ങളും പുതിയ ഫോണിലേക്ക് എത്തണം. പുതിയ ഫോണിലെ അനാവശ്യ സംഭവങ്ങളൊക്കെ പോകണം. ഏറ്റവും സേഫായ സെക്യൂർഡായ രീതിയിൽ ഇതിനെ സെറ്റപ്പ് ചെയ്തെടുക്കണം, ക്ലീൻ ആക്കി എടുക്കണം. സോ എങ്ങനെ ഇതൊക്കെ ചെയ്യാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ആരംഭിക്കുമ്പോൾ പുതിയ ഫോണിലേക്ക് തൊടുന്നതിന് മുമ്പേ പഴയ ഫോണിൽ ഒരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. ഇതിന്റെ സെറ്റിംഗ്സ് എടുക്കുക, യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട് എന്നുള്ള സെക്ഷനിലേക്ക് എത്തുക. നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാണ് അതിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ആ ഒരു സംഗതിയിൽ ക്ലിക്ക് ചെയ്തിട്ട് സിങ്ക് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ഫോണിൽ നമ്മൾ എഴുതിയിട്ടുള്ള നോട്ടുകൾ ഉണ്ടാവാം, കോൺടാക്റ്റുകൾ ഉണ്ടാവാം, അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവും. കലണ്ടർ ഇവന്റുകൾ ഉണ്ടായിരിക്കാം, റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് നമ്മളൊന്ന് സിങ്ക് ചെയ്യാണ്. ചിലത് സിങ്ക് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവും, ചിലത് സിങ്ക് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി സിങ്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഈ സിങ്കായ എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് ആ പുതിയ ഫോണിലേക്ക് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിങ്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്തത്. ഇനി നമുക്ക് ഈ പഴയ ഫോൺ അങ്ങോട്ട് മാറ്റാം. പുതിയ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്ന ഒരു സ്ക്രീനാണ്. ഒരു ലാംഗ്വേജ് അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ യൂസർ അഗ്രിമെന്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ പല ടേംസ് ഓഫ് സർവീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ക്രീനുകൾ കാണാം. അതിലൊക്കെ എഗ്രി ചെയ്യാനുള്ളതൊക്കെ എഗ്രി ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കണക്ട് ടു വൈഫൈ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം കണക്ട് ചെയ്യുക. നിങ്ങൾ വൈഫൈ അവൈലബിൾ ആണെങ്കിൽ കണക്ട് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ അലോ സ്കാനിങ്, സെൻഡ് യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിന്റെ നിലവാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്പനിക്ക് മനസ്സിലാക്കാനും അവർക്ക് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഡാറ്റ ഇതിൽ നിന്ന് സെൻഡ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ബട്ട് ഞാൻ ഓഫ് ചെയ്യുന്നു, നിങ്ങൾക്കും വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അടുത്തത് സെറ്റ് അൺലോക്ക് മെത്തേഡ്. അതെങ്ങനെ ഫിംഗർ പ്രിന്റ് ആണോ അല്ലെങ്കിൽ പാറ്റേൺ ആണോ നമ്പർ ലോക്ക് ആണോ എന്താണ് വേണ്ടത് വെച്ചാൽ കൊടുക്കാം. അടുത്തതായിട്ട് ടാപ്പ് അക്കൗണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഓരോ ഫോണിനും അതിന്റെ കമ്പനിയുടെ ഒരു അക്കൗണ്ട് കാണും. നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് അല്ലാതെ സാംസങ് ആണെങ്കിൽ സാംസങ് അക്കൗണ്ട് കാണും, വിവോ ആണെങ്കിൽ അവരുടെ ഒരു അക്കൗണ്ട്, ഓപ്പോ ആണെങ്കിൽ അവരുടെ ഒരു അക്കൗണ്ട്, റിയൽമി ആവുമ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട്, ഇങ്ങനെ പല അക്കൗണ്ട് ഉണ്ടാവും. വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ കമ്പനികളുടെ അക്കൗണ്ടുകളൊന്നും ഉപയോഗിക്കാറില്ല. ചില ഫീച്ചർ സാംസങ്ങിന്റെ നോക്സ് പോലുള്ള ചില ഫീച്ചറൊക്കെ വേണമെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ ഒരു സാംസങ് അക്കൗണ്ട് കൂടി ലോഗിൻ ചെയ്താലേ പറ്റുള്ളൂ. ഈ റിയൽമിയിൽ അതിൻ്റെ ആവശ്യമില്ല. എങ്കിലും ഇതിനകത്തും ചില ഫീച്ചറുകളൊക്കെ വേണമെങ്കിൽ ഈ അക്കൗണ്ട് വേണ്ടി വരും. സോ ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഫീച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാം. ഇനി 2-3 കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വരാൻ പോകുന്നത് ഓട്ടോ അപ്ഡേറ്റ് ഓവർനൈറ്റ്. ഈ സംഭവം ഞാൻ കൊടുക്കാറില്ല. കാര്യം വേറൊന്നുമല്ല, ചിലപ്പോൾ ഇത് രാത്രി അങ്ങ് കിടന്ന് അപ്ഡേറ്റ് ആവും, നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഡാറ്റ ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഓട്ടോ അപ്ഡേറ്റ് ഓവർനൈറ്റ് കൊടുക്കാറില്ല. ഞാൻ മാനുവലി അപ്ഡേറ്റ് ചെയ്യാറേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ഓഫ് ചെയ്യും. പിന്നെ ഗ്ലാൻസ് ഓഫ് റിയൽമി, പേഴ്സണലൈസ്ഡ് സെർച്ച്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ഇവിടെ ഒരു പ്രധാന സംഭവം വരും, പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ. ഇങ്ങനൊരു സംഭവം കണ്ട് അപ്പോൾ ഓഫ് ചെയ്തോണം. കാരണം അതിപ്പോൾ ഈ ഫോണിൽ വരുന്നില്ല, ബട്ട് ചില ഷവമി ഫോണിലൊക്കെ അത് വരും, സാംസങ് ഫോണിലൊക്കെ വരുമെന്ന് തോന്നുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങളാണ്. പരസ്യങ്ങൾ വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ലോക്ക് സ്ക്രീനിലെങ്കിലും പരസ്യങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. സോ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെക്കുക ഉണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞ് അടുത്ത സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പാർട്ടാണ്. നമ്മുടെ പഴയ ഫോണിലത്തെ മുഴുവൻ ഡാറ്റയും പുതിയ ഫോണിലേക്ക് വരുന്ന സ്ഥലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമ്പോർട്ട് ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഫ്രം ഓൾഡ് ഫോൺ എന്ന് വരും. ഡാറ്റ ഫ്രം റിയൽമി ഫോൺ, ഇത് റിയൽമി ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ റിയൽമിയിൽ നിന്ന് തന്നെയാണോ സെൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്നാണോ, അതും അല്ലെങ്കിൽ ഐഫോണിൽ നിന്നാണോ എന്ന് ചോദിക്കും. ഇപ്പോൾ റിയൽമി എന്നായതുകൊണ്ട് നമ്മൾ റിയൽമി സെലക്ട് ചെയ്യുന്നു. ഇനി പഴയ റിയൽമി ഫോണിൽ ഈ ക്ലോൺ ഫോൺ ആപ്പ്, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ക്ലോൺ ഫോൺ ആപ്പിലാണ്, അത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം, പഴയ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. സാംസങ് ആണെങ്കിൽ അവർ പറയുന്ന ആപ്പ് അത് പഴയ ഫോണിൽ കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് വെച്ച് ഈ പുതിയ ഫോണിനെ ഒന്ന് സ്കാൻ ചെയ്യാം. കണക്റ്റിംഗ് എന്ന് കാണിക്കും. എന്തൊക്കെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിക്കുന്നു. നമ്മൾ എല്ലാം അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചെയ്ത കോളിന്റെ ഹിസ്റ്ററി അടക്കം എല്ലാം ഇങ്ങോട്ട് പുതിയ ഫോണിലോട്ട് വരും. അപ്പോൾ പഴയ ഫോണിൽ നിന്ന് അങ്ങനെ പുതിയ ഫോണിലേക്ക് ഡാറ്റകൾ കൊണ്ടുവരാമെന്ന് മനസ്സിലായല്ലോ. എല്ലാ ഡാറ്റയും ഇങ്ങനെ വരില്ല. വാട്സപ്പ് ഒക്കെ ചിലപ്പോൾ ഇതുപോലെ വന്നു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ പഴയ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുത്ത് ചാറ്റ് എന്ന സെക്ഷനിലേക്ക് വന്നിട്ട് ചാറ്റ് ബാക്കപ്പിൽ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക. നമ്മളുടെ ഇമെയിൽ ഐ ഡി ഏതാണോ അത് സെലക്ട് ചെയ്യുക, ബാക്കപ്പ് കൊടുക്കുക. ഇപ്പം നമ്മുടെ പഴയ വാട്സപ്പിലെ ഡാറ്റ മുഴുവൻ ഗൂഗിളിലേക്ക് ബാക്കപ്പ് ആയി. ഇനി പുതിയ ഫോണിലേക്ക് വരാം. പുതിയ ഫോണിൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യുക. അതിന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പഴയ ഫോണിൽ സിങ്ക് ചെയ്ത അതേ ഇമെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആവും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഴയ ഫോണിൽ സിങ്ക് ചെയ്ത കോൺടാക്ട്, കീപ്പ്, മെസ്സേജുകൾ, കലണ്ടർ ഇവന്റ് എല്ലാം ഈ ഫോണിലേക്ക് വന്നു കേട്ടോ. ഇനി നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ ഫോൺ നമ്പർ അടിക്കുന്നു, റീസ്റ്റോർ ഫ്രം ഗൂഗിൾ ഡ്രൈവ് കൊടുത്താൽ വാട്സപ്പ് പുതിയ ഫോണിലേക്ക് ഡീസെന്റ് ആയിട്ട് വരും. ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് വളരെ ഈസിയാണ് വാട്സപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ. ബട്ട് ആൻഡ്രോയിഡ് ടു ഐഫോൺ ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് നിങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടർ ഷെയറിൻ്റെ മൊബൈൽ ട്രാൻസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഗതിയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വലിയ ടാസ്ക്കുള്ള കാര്യമൊന്നുമല്ല. അത് ജസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് നമ്മളിതാ ഇങ്ങനെ ഫോൺ സ്ക്രീനിലേക്ക് കാണാം. ഇതുപോലെ ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോഴ്സിൽ നമ്മളെ പഴയ ഫോണും
പുതിയ ഫോൺ ഡെസ്റ്റിനേഷനിലും കൊടുത്താൽ സ്റ്റാർട്ട് ഒന്ന് കൊടുത്താൽ മതി. കുറച്ച് സ്കാനിങ് ഒക്കെ കഴിയുമ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഓൺ ചെയ്യാൻ പറയും. അത് ഓൺ ചെയ്ത് കൊടുക്കുക. അതിന്റെ പ്രൊസീജിയർ അവിടെ തന്നെ സ്ക്രീനിൽ കാണാം. നമ്മുടെ പഴയ ഫോണിൽ നിന്നും വാട്സ്ആപ്പ് ഡാറ്റ മുഴുവൻ PC-യിലേക്ക് ബാക്കപ്പ് ചെയ്യും. പിന്നീട് പുതിയ ഫോൺ, ആ ഐഫോൺ ആണെങ്കിൽ ഐഫോണിലേക്ക്, പുതിയതായിട്ടുള്ള ഐഫോണിലേക്ക് മൊത്തമായിട്ട് റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ഐഫോണിൽ വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മുടെ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്ത് വാട്സ്ആപ്പിലേക്ക് കയറുമ്പോൾ റീസ്റ്റോർ ഫ്രം iCloud എന്ന് ചോദിക്കും. കൊടുക്കരുത്, അത് സ്കിപ്പ് ചെയ്യുക. കാരണം നമ്മൾ PC-യിലേക്ക് പഴയ ഫോണിൽ നിന്ന് ബാക്കപ്പ് എടുത്തിട്ടുണ്ട്. ആ ബാക്കപ്പിനെ പുതിയ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. സോ മൊബൈൽ ട്രാൻസ്ഫർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് ഈസി ആയിട്ട് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏത് പ്ലാറ്റ്ഫോമിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, നോ ഹസിൽ. പിന്നെ വാട്സ്ആപ്പ് മാത്രമല്ല, GB വാട്സ്ആപ്പോ അതേപോലെ തന്നെ വാട്സ്ആപ്പ് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് റീസ്റ്റോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫോൺ ഡാറ്റ തന്നെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഡാറ്റ ഉണ്ടല്ലോ, ആ കംപ്ലീറ്റ് ഫോൺ ഡാറ്റയും ഈ പറയുന്ന സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാൻ പറ്റും. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഫോൺ ട്രാൻസ്ഫർ. നമുക്ക് ഫോണിനെ ബാക്കപ്പ് ചെയ്യാനോ റീസ്റ്റോർ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ എല്ലാത്തിനും ഈ മൊബൈൽ ട്രാൻസ്ഫർ കൊണ്ട് പറ്റും. സോ ഒരു മൾട്ടി പർപ്പസ് ആയ ഒരു സോഫ്റ്റ്വെയർ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇങ്ങനെ വാട്സ്ആപ്പ് അടക്കമുള്ള മുഴുവൻ ഡാറ്റയും നമുക്ക് പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫറിങ് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ഫൈൻഡ് മൈ മൊബൈൽ. കണ്ടോ, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഫൈൻഡ് മൈ മൊബൈൽ എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID അടിച്ച് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് ഇൻസ്റ്റാൾ ആയി, സേഫായി. ഇനി നമ്മുടെ പഴയ ഫോൺ, ഇപ്പോൾ ഈ പുതിയ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ തന്നെയും നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ പഴയ ഫോണിൽ അതേ ഫൈൻഡ് മൈ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പുതിയ ഫോൺ ഇരിക്കുന്ന ലൊക്കേഷൻ അതിൽ എനിക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ എനിക്ക് ഈ പുതിയ ഫോണിനെ, ഈ ഫൈൻഡ് മൈ മൊബൈൽ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ പുതിയ ഫോണിനെ പഴയ ഫോണിൽ നിന്നും ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഞാൻ എന്താ പാസ്വേഡ് അടിച്ച് ലോക്ക് കൊടുത്താൽ പുതിയ ഫോൺ ലോക്കായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുതിയ ഫോൺ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ മറന്നു പോവുകയോ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ഈ പഴയ ഫോൺ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരുടെയെങ്കിലും ഫോൺ വാങ്ങിയിട്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കാണാൻ പറ്റും. ആ കാണുന്ന ഫോണിനെ ഇതുപോലെ ലോക്ക് ചെയ്യാനോ പ്ലേ സൗണ്ട് കൊടുത്തുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കിപ്പിക്കാനോ അല്ലെങ്കിൽ മൊത്തം ഡാറ്റയും തിരിച്ച് കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മൊത്തം ഡാറ്റയും ഇറേസ് ചെയ്ത് നമ്മുടെ ഡാറ്റേനെങ്കിലും സേഫ് ആക്കുക ചെയ്യാൻ പറ്റും. സോ ഫൈൻഡ് മൈ മൊബൈൽ എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അടുത്ത പ്രൊസീജിയർ. ഇത് ചെയ്താൽ ഇങ്ങനെയാണ് ഇതിന്റെ ഗുണങ്ങൾ. ഇനി അടുത്ത പ്രൊസീജിയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് ചെല്ലുക, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് കാണും, ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇതവിടെ വന്നിട്ടുണ്ട്, നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കാം. സോ ഇങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഫിക്സ് അവർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ അപ്ഡേറ്റോട് കൂടി ഫിക്സ് ആവും. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അടുത്തത് സിം ലോക്ക് നിർബന്ധമായിട്ട് ചെയ്യാൻ മറക്കരുത്. ഓർത്ത് വെച്ച് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഫോണിന് ലോക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നവനെ സംബന്ധിച്ച് അത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അവൻ സിം ഊരിയെടുത്ത് അവൻ്റെ ഫോണിലിട്ട് വല്ല ഉടായ്പകൾക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് സമാധാനം പറയേണ്ടി വരും, പോലീസൊക്കെ വരുമ്പോൾ. സോ സിം കാർഡ് കൂടി ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ പ്രശ്നമില്ല. സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്യുക, സിം എന്ന് സെർച്ച് ചെയ്താൽ മതി, സിം ലോക്ക് എന്ന് വരും. അപ്പോൾ സിം കാർഡ് ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് കയറി ടേൺ ഓൺ സിം ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യുക. പിൻ കോഡ് അടിക്കുക. അടിക്കുന്നതിന് മുൻപ് എഴുതി വെക്കുക. പിൻ കോഡ് എഴുതി വെച്ചിട്ടേ അടിക്കാവൂ. കാരണം ഇത് കേട്ട ഉടനെ പോയിട്ട് പിള്ളേർ ചെന്നിട്ട് സിം കാർഡിൻ്റെ ഇത് ലോക്ക് എനേബിൾ ചെയ്യും, പിന്നെ അടിക്കും. എനിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. എന്തെങ്കിലും കാരണവശാലത്ത് ഒരു നമ്പർ തെറ്റിപ്പോയാൽ പിന്നെ സിം ലോക്കായി. OTP വെച്ചിട്ടൊന്നും അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് അവർ ചോദിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമേ പിന്നെ അത് അൺലോക്ക് ആകാൻ പറ്റുള്ളൂ. സോ ഓർമ്മയുണ്ടാവും എന്ന് കരുതിക്കൊണ്ട് അടിക്കല്ലേ, എഴുതി വെച്ചിട്ട് അടിക്കാം. നിർബന്ധമായിട്ട് എഴുതി വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാവൂ. കാരണം ഇത് മറന്നുപോയാൽ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് പറയുന്നത്. എഴുതി വെച്ചിട്ട് സിം ലോക്ക് ചെയ്യുക. പിന്നെ ഈ സിം അടക്കമുള്ള ഫോൺ ആരുടെ കിട്ടിയാലും അവർ ഈ സിം എടുത്ത് അവരുടെ ഫോണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ മൊത്തത്തിൽ ലോക്കായി നിൽക്കുകയല്ലാണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ സിമ്മും സേഫായി, ഫോണും സേഫായി. ഇനി അടുത്തത്, നല്ല വ്യക്തികളുടെ കയ്യിലാണ് നമ്മുടെ ഫോൺ കളഞ്ഞു കിട്ടുന്നെങ്കിൽ ഈ ഫോൺ നമുക്ക് തിരിച്ചു തരണമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ലോക്ക് സ്ക്രീൻ എന്ന സെക്ഷനിലേക്ക് വരിക. ഇവിടെ സാംസങ് ഫോണിൽ വാൾപേപ്പറിൻ്റെ സെക്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്നുള്ള താഴെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോൾ മീ, ദിസ് ഈസ് മൈ ഫോൺ, കോൾ മീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ആൾ നോക്കുമ്പോൾ ദിസ് ഈസ് മൈ ഫോൺ, കോൾ മീ എന്ന് പറഞ്ഞുകൊണ്ട് ലോക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്, വന്നെടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് തരാൻ സാധ്യതയുണ്ട്, നല്ല മനുഷ്യന്മാരെ കിട്ടിയാൽ. സോ ഈ ഒരു ഫീച്ചർ എന്തായാലും എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ ഫോണുകളിലൊന്നുമില്ല, ചില ഫോണുകളിലൊക്കെ ഉണ്ട്, ഉള്ളതിൽ എനേബിൾ ചെയ്ത് വെക്കുക. സോ അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ കുറേ ശല്യക്കാരായ ആപ്ലിക്കേഷനുകളെ കളയാനുണ്ട്. ഇവരുടെ പ്രൊമോഷൻ ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പറ്റുന്നതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ. അത് കഴിഞ്ഞാൽ കുറേ എണ്ണം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിസേബിൾ ചെയ്യുക. ഒരാവശ്യമില്ലാത്ത ഈ ആപ്ലിക്കേഷനുകളൊക്കെ ഇതിനകത്ത് ഡിസേബിൾ ചെയ്യാതെ അൺഇൻസ്റ്റാൾ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ ദിവസവും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ബാറ്ററി എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ വേണ്ടാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, ഡിസേബിൾ ചെയ്ത് കളയുക. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങാം. യൂട്യൂബ്, ഗൂഗിൾ, അല്ലെങ്കിൽ എന്താ പറയുക ആമസോൺ പ്രൈമോ, പ്രൈം മ്യൂസിക്കോ, യൂട്യൂബ് മ്യൂസിക്കോ, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത്
ലോഗിൻ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കൂടി ചെയ്ത് ഭംഗിയാക്കി യൂസ് ചെയ്ത് തുടങ്ങാം. ഇനി നമ്മൾ ഫൈനലായിട്ട് ഫോണിൻ്റെ സെക്യൂരിറ്റി എനേബിൾ ചെയ്യാൻ പോവാണ്. സെറ്റിംഗ്സ് എടുക്കുക, പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള സെക്ഷനിലേക്ക് വരിക. അതിനകത്ത് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി പാറ്റേണോ അല്ലെങ്കിൽ നമ്പറോ ലെറ്റേഴ്സോ എങ്ങനെ വേണമെങ്കിലും പാസ്വേഡ് അടിക്കാം. അത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെയുണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഫേസ് അൺലോക്കും വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഫേസ് അൺലോക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലെ ഫേസ് അൺലോക്ക് എന്ന് പറയുന്നത് അത്ര സേഫ് അല്ല. സോ ഒരുപാട് ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫേസ് അൺലോക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത്. ബട്ട് കാഷ്വൽ പീപ്പിൾസിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ഫേസ് അൺലോക്ക് ഒരു സൗകര്യമായിട്ട് വർക്ക് ചെയ്യും. ബട്ട് അത് 100% സേഫ് ആണെന്നുള്ളൊരു ധാരണ വേണ്ട. സോ അപ്പോൾ അത്രയുമാണ് ആൻഡ്രോയിഡ് ഫോൺ സെറ്റപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഉള്ളാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.